എൻ്റെ പേര് എബി. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 4 വർഷമായി. അതിനു മുമ്പ് വരെ അലമ്പായിരുന്നു. അലമ്പെന്ന് വെച്ചാൽ ലോകമോഹത്തിലൂടെയായിരുന്നു. അടിയും വഴക്കും, ജയിലിൽ കിടന്നിട്ടുണ്ട്. 2006 ഒരു കേസ് ഉണ്ടാകുന്നത്. അത് കോട്ടയത്തൊരു വ്യക്തി ഞങ്ങൾ 3-4 പേര് കൂടി വെട്ടിയിട്ട് കോട്ടയത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അന്നേരം അങ്ങനെ ഞാൻ ഇവിടുന്ന് കോട്ടയത്ത് തന്നെ പോവുക. എരുമേലിയിൽ കൂവപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് അവിടെ ആരുമില്ല. ഒറ്റയ്ക്ക് ഞങ്ങൾ താമസിക്കുമ്പോഴത്തേനും പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ തോന്നി, കർത്താവ് എനിക്ക് ആരുമില്ലല്ലോ. ഒരുപാട് കൂട്ടുകാരും എല്ലാവരും ഉണ്ടായിട്ടും ബന്ധുക്കാരെല്ലാം ഉണ്ടായിട്ട് എനിക്ക് ആരും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു പനി പോലെ ഉണ്ടായി. അവിടെ ചെന്നപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിലാക്കി, 24-ാം വാർഡിൽ. അവിടെ എൻ്റെ കൂടെ എയ്ഡ്സ് രോഗികളും മഞ്ഞപ്പിത്തം പോലുള്ള മാരക രോഗികളോട് ഇടങ്ങുറത്ത് എന്നെ കൊണ്ട് കിടത്തി. അവിടെ കൊണ്ട് എൻ്റെ കയ്യെ 2 ട്രിപ്പ് ഇട്ട് എൻ്റെ ശരീരം മുഴുവൻ ചീർത്തു. അവിടെ വെച്ച് ഞാൻ ഒരു ഉച്ചയ്ക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് പെട്ടെന്ന് കുറേ പേര് എൻ്റെ അടുത്ത് നടന്നു വരുന്നതായിട്ട് തോന്നി. 2 പേര് നല്ല വ്യക്തമായിട്ട് എനിക്കറിയാം. അതിലൊരാൾ കയ്യിൽ ബൈബിളൊക്കെ പിടിച്ചോണ്ട് എന്നെ മുന്നോട്ട് നടന്നു വന്നിട്ട് പറഞ്ഞു, ബാ എഴുന്നേറ്റ് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ചാണ്ടി എഴുന്നേറ്റപ്പോഴത്തേന് ആരെയും കാണുന്നില്ല. അന്നേരം എനിക്ക് മനസ്സിലായി ശരിക്കും ഒരു ദർശനമാണ് ഞാൻ കണ്ടത്. എന്തോ ഞാൻ ചുറ്റും നോക്കിയിട്ട് ആരെയും കാണുന്നില്ല, പക്ഷേ ഞാൻ നല്ല തൊട്ട് കണ്ടതുപോലെ തന്നെ. ഉടനെ ഞാൻ പെട്ടെന്ന് വീട്ടോട്ട് വിളിച്ചു. അമ്മ വന്നു. അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു, ഇന്നോലൊരു ദൈവസഭയുണ്ട്. കാരണം ഞാനും അച്ഛൻ ഭയങ്കര കുടിയായിരുന്നു. ചീട്ടുകളിയായിട്ട് നടക്കുമായിരുന്നു. ഞാൻ വീട്ടിൽ വരാറില്ല. തല്ലും പഴക്കമായിട്ട് എന്ന് നടക്കും. വീട്ടിൽ പോലീസുകാർ തപ്പി വരാറുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അമ്മ സ്വർഗീയവിരുന്നിൽ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. ഒരു ദിവസം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞപ്പോൾ സ്വർഗീയവിരുന്ന് ദേവാലയത്തിലേക്ക് വന്നപ്പോഴത്തേന് ഞാൻ കണ്ട കാഴ്ച 10,000 കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിക്കുന്നതാണ്. ആ സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തി ഇങ്ങനെ പറയുന്നത്, നിന്നെ എവിടെ നിന്നിച്ചോ നിന്നെ അവിടെ ഇട്ട് മാനിക്കുന്ന കർത്താവാണ്. എൻ്റെ ഉള്ളിൽ തോന്നി, ദൈവം അതെന്നെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. എൻ്റെ അവസ്ഥ അതാണല്ലോ. എൻ്റെ പേരിൽ ഒരുപാട് അടിപിടി കേസ് ഉണ്ടായിരുന്നു. 1-2 കേസ് കോട്ടയത്ത് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ അത് ശിക്ഷിച്ചു. കുറേ നാൾ കേസ് വിളിച്ചു, അങ്ങനെ ശിക്ഷിച്ചു വിടുമായിരുന്നു. പിന്നെ വേറൊരു കേസിനകത്ത് ഞങ്ങൾ പെട്ടുപോയത്. അതിനകത്ത് ഞങ്ങൾ കുറേ നാൾ ഇവിടെ സബ് ജയിലിൽ കിടന്നിട്ടുണ്ട്. കുറച്ച് നാൾ കിടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ശിക്ഷ വിധിച്ചു. 4 വർഷം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ 4 വർഷം ശിക്ഷിച്ചെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കയറി 4 മണിക്കൂറിനുള്ളിൽ അവിടെ ജാമ്യം കിട്ടി. എൻ്റെ വീട്ടിലും അവസ്ഥ എല്ലാം കർത്താവ് മാറ്റി എന്നുള്ളതാണ്. ഞാൻ മാറിയപ്പോൾ എൻ്റെ വീടിൻ്റെ അവസ്ഥ മാറി. എൻ്റെ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും രക്ഷിക്കപ്പെട്ട് എല്ലാം സന്തോഷമായിട്ടിരിക്കുകയാണ്. കാരണം എൻ്റെ ഒരു ജീവിതത്തിൽ ഒരിക്കലും വിവാഹം ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുള്ളതല്ല. കാരണം ഇതുപോലെ അലമ്പ് നടക്കുമ്പോഴും ഒന്നുകിൽ കയ്യോ കാലോ നഷ്ടപ്പെടും, അല്ലെങ്കിൽ അങ്ങനൊരു രീതി എനിക്ക് ഉണ്ടാകത്തില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം തന്നു. കഴിഞ്ഞിടയ്ക്ക് എൻ്റെ കല്യാണമായിരുന്നു 2 മാസം മുമ്പ്. കർത്താവ് അനുഗ്രഹിച്ചു. ഇന്ന് സന്തോഷവും സമാനമായിട്ട് ജീവിക്കുന്നു. ഇനിയുള്ള ജീവിതം എന്ന് വെച്ചാൽ അത് കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിലെ ജീവിതങ്ങളൊന്നും ഒരു ശാശ്വതമല്ല. കർത്താവിനോടുള്ള ജീവിതം എന്ന് വെച്ചാൽ സന്തോഷവും സമാധാനം എന്ന് പറഞ്ഞത്. അതാണ് ആഗ്രഹിക്കുന്നത്. കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ഇനി മുന്നോട്ട് കുടുംബമായിട്ട്.